എന്തായാലും മലയാളികൾക്കടക്കം ആശങ്കയുണ്ടാകുന്ന സാഹചര്യമാണ്. നമുക്ക് കുവൈറ്റിൽ നിന്നും മലയാളി വിനീത നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, കുവൈറ്റിനെ സംബന്ധിച്ച് അവിടെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാന്റെ ഒരു അറ്റാക്ക് ഉണ്ടായതായി മനസ്സിലാക്കുന്നു. ഒപ്പം അവർ യുദ്ധവിമാനം വെടിവെച്ചിട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് ഈ ആശങ്കയുണ്ടോ? ചെറിയ ആശങ്ക ഇല്ലാതില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിയിലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലാണ്. ഞാൻ ജാറ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ അടുത്ത് US ആർമി ബേസ് ഉണ്ട്. അവിടെ മിസൈൽ വന്ന് വീണതായിട്ടെല്ലാം കേൾക്കുന്നു. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോഴെല്ലാം ഇങ്ങനെ പുകയെല്ലാം കാണുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ആശങ്കയുണ്ട് എല്ലാവർക്കും. ആസ് ഫാർ ആസ് ഞങ്ങള് ഇപ്പോ സേഫ് ആണ്. പക്ഷെ എന്നാലും എല്ലാവരുടെയും മനസ്സിലൊരു പേടിയില്ലാതില്ല. ഓക്കെ, സാധാരണ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ അതോ വീടുകൾക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ്? അത്തരം ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇല്ല, വീടുകൾക്കുള്ളിൽ ഇരിക്കുകയല്ല. ഡ്യൂട്ടിക്ക് പോകുന്നവരെല്ലാം പോകുന്നുണ്ട്. സ്കൂൾ മാത്രം, പിള്ളേരെ സ്കൂളുകൾ മാത്രം അടച്ചിട്ടിരിക്കുന്നു. അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നടക്കുന്നു. അതെ, ഓക്കെ. നേരത്തെ കുവൈറ്റിൽ നിന്ന് വിളിച്ച ഒരാൾ പറഞ്ഞത് അദ്ദേഹവും ഒരു ആശങ്കയുണ്ട്, ശബ്ദം മുഴങ്ങുന്നത് കേൾക്കാം, സൈറൻ മുഴങ്ങുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെയുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഡ്യൂട്ടിയിലാണെങ്കിലും ഞങ്ങളത് കേട്ടിരുന്നു. പല പ്രാവശ്യം സൈറൻ മുഴങ്ങുന്നത് കേട്ടിരുന്നു. പിന്നെ ഈ മിസൈൽ വന്ന് വീഴുന്ന സൗണ്ടും ഉണ്ട്. അന്നേരം നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് ബിൽഡിങ്ങുകളെല്ലാം. ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയാലും ഷെയ്ക്ക് ആവുന്നുണ്ട്. അന്നേരം നമുക്കത് ഫീൽ ചെയ്യും. ഗവൺമെന്റ് എന്തെങ്കിലും വാണിംഗ് തന്നിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും വാണിംഗ് ഉണ്ടോ അവിടെ? ഇല്ല, പ്രത്യേകിച്ച് ഇതുവരെ സേഫ് ആണെന്നുള്ളത്. നമ്മൾ ഈ സൈറൻ കേട്ടുകൊണ്ടിരിക്കുക. അതനുസരിച്ച് അവര് സാഹചര്യ അപ്ഡേഷൻ എല്ലാം തരുന്നുണ്ട്. നമ്മള് എന്തോരം അലേർട്ട് ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി. ഇതുവരെ അങ്ങനെ അത്ര അപകടസ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. നാട്ടിലെവിടെയാണ്? എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ നിന്ന് ആശങ്കയോടെ വിളിക്ക് വരുന്നുണ്ടോ? വെളിയുണ്ട്. നാട്ടില് മൂവാറ്റുപുഴയാണ്. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ആയിരിക്കുന്നതാണ് ഒന്നുകൂടെ ആശ്വാസം. അതുകൊണ്ട് അമ്മ ആ ഒരു കാര്യത്തിൽ അമ്മ ടെൻഷൻ ഫ്രീ ആണ്. ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശരി. എന്തായാലും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കുവൈറ്റിന്റെ സാഹചര്യം. മലയാളികൾക്ക് ആശങ്കപ്പെടുന്ന സാഹചര്യം അവിടെയുണ്ട്. ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, ശബ്ദങ്ങൾ മുഴങ്ങുന്നു എന്നതാണ് പറയുന്നത്. എന്തായാലും ചില പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാനാവും. ഒന്ന്, അമേരിക്കൻ എംബസിയിൽ, കുവൈറ്റിലെ അമേരിക്കൻ എംബസിയിൽ ഉണ്ടായ തീപിടുത്തം, അവിടെ ഉണ്ടായ മിസൈൽ അറ്റാക്ക്. മറ്റൊന്ന്, ലബനന് നേരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.